ഗുരുവായൂർ നഗരസഭയുടെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ് ബഡ്ജറ്റ് അവതരണം നടത്തി. ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷത വഹിച്ചു. 124,74,406 രൂപയുടെ വരവും 116,03,37,954 രൂപയുടെ ചെലവും 10,31,41,452 രൂപയുടെ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2026-2027 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. ആധുനിക ബസ് ബേ നിർമ്മിക്കൽ, ബസ് സ്റ്റാൻഡ് ടെർമിനൽ, സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കൽ, പുതിയ ആധുനിക നഗരസഭ ഓഫീസ് സമുച്ചയം നിർമ്മിക്കൽ, ഹെലി ടൂറിസം പദ്ധതി ഇതുവഴി തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും ആകാശക്കാഴ്ചകൾ ഒരുക്കുന്നതിനൊപ്പം അടിയന്തര മെഡിക്കൽ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന ഹെലിപാഡ് നിർമ്മാണം എന്നിവ ബജറ്റിൽ ഉൾപ്പെടുത്തി. ആധുനിക അറവുശാല സ്ഥാപിക്കൽ, ശീതീകരിച്ച മാർക്കറ്റ് കോംപ്ലക്സ് സ്ഥാപിച്ച് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന വിപണി സംവിധാനം ഒരുക്കൽ, മാലിന്യ സംസ്കരണ രംഗത്ത് ബയോ പാർക്ക് നവീകരിക്കുക, ഗുരുവായൂർ പെല്ലറ്റ് വളം വിപണിയിൽ എത്തിക്കുക, വയോജന നയം നടപ്പാക്കൽ, ഭിന്നശേഷിക്കാർക്കായി അതിജീവനം പദ്ധതി, ഗുരുതര രോഗികൾക്കായി ജീവസ്പർശം പദ്ധതി എന്നിവയ്ക്കും പ്രത്യേക തുകകൾ വകയിരുത്തി. പ്രാദേശിക ബ്രാൻഡിംഗും കൃഷി പ്രോത്സാഹനവും നടപ്പിലാക്കുന്നതിനായി ഗുരുവായൂർ വെളിച്ചെണ്ണ വിപണിയിൽ എത്തിക്കൽ, ഒരു വീട് ഒരു പച്ചക്കറിത്തോട്ടം പദ്ധതി, മത്സ്യകൃഷി പ്രോത്സാഹനം എന്നിവയിലൂടെ ഭക്ഷ്യ സ്വയം പര്യാപ്തത ബഡ്ജറ്റിൽ ലക്ഷ്യമിടുന്നു. വനിതകൾക്കായി പിങ്ക് ഓട്ടോ, പ്രത്യേക ജിം, പുണ്യശ്രീ, സുരക്ഷാ സഖി പദ്ധതികൾ എന്നിവ നടപ്പിലാക്കും. വിദ്യാഭ്യാസ രംഗത്ത് സ്കൂളുകളെ സ്മാർട്ടാക്കുന്ന അക്ഷരമുറ്റം പദ്ധതി തുടങ്ങി നിരവധി വികസന പദ്ധതികൾ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബഡ്ജറ്റ് അവതരണം ആരംഭിക്കുന്നതിന് മുമ്പ് ബഡ്ജറ്റ് അവതരണം ചട്ടപ്രകാരം അല്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ഉയർന്നിരുന്നു. ഒരു കാരണവശാലും 4 അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബഡ്ജറ്റിന്റെ അംഗീകാരം അവിടെ ലഭിച്ചിട്ടില്ല. വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 8 ആളിലെ 4 അംഗങ്ങൾ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തി രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാരണവശാലും ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ നിയമപരമായി ഒരിക്കലും മുനിസിപ്പൽ ആക്ട് പ്രകാരം പറ്റില്ല എന്ന് ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു. അതിനകത്ത് മിനിറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ആ മിനിറ്റ്സ് ഒന്ന് രേഖ ഹാജരാക്കിയാൽ മതിയല്ലോ. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജോയ് ചെറിയാനാണ് ഈ വിഷയം ആദ്യം ഉന്നയിച്ചത്. പിന്നീട് പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, ആൻഡോ തോമസ്, KM മെഹറൂഫ്, നൌഷാദ് അഹമ്മോ എന്നിവരും രംഗത്തെത്തി. എന്നാൽ ചട്ടപ്രകാരം തന്നെയാണ് ബഡ്ജറ്റ് അവതരണം നടത്തിയിരിക്കുന്നതെന്ന് നഗരസഭാ സെക്രട്ടറി H. അഭിലാഷ്, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ ജ്യോതിരാജ്, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം AS മനോജ് എന്നിവർ പറഞ്ഞു.